തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനഗോലുവിന്റെ ടീമും രംഗത്ത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ ടീം പ്രവർത്തനം തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടും ടീം കനഗോലു നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് തിളക്കമാർന്ന വിജയം നേടാനായില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വെല്ലുവിളികളെ ഏറ്റെടുത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും വി ഡി സതീശൻ. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ടീം കനഗോലുവിന്റെ പ്രവർത്തനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അങ്ങനെ വരാനിരിക്കുന്ന മുഴുവൻ തെരഞ്ഞെടുപ്പുകളും ലക്ഷ്യം വെച്ചാണ് അല്ലേ? എന്താണ് ആദ്യഘട്ടത്തിൽ, എവിടെ തുടങ്ങും കനഗോലു, ഏതൊക്കെ വഴിക്ക് നീങ്ങും കനഗോലു? വിജയകുമാർ, ഇതിനോടകം തന്നെ കനഗോലുവിന്റെ ഇടപെടൽ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലത്തിലുള്ള നിയമസഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ച് പഠിക്കാനായി അവിടെ പ്രത്യേക നിയോഗിച്ച ആളുകളെ, നിരീക്ഷകരെ നേരത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചും അവിടെയുള്ള, അതായത് ഏത് പാർലമെന്റ് മണ്ഡലത്തിൽ പെടുന്നതാണോ അത് സംബന്ധിച്ചുള്ള പഠിക്കുക, അവിടുത്തെ ജാതി സമവാക്യങ്ങൾ പഠിക്കുക, ഒപ്പം തന്നെ അവിടെയുള്ള ജനവിഭാഗത്തെ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് ഡിസംബറോട് തന്നെ അത് റിപ്പോർട്ട് കൈമാറും. ACCയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് വിദഗ്ധരെ അടക്കം അണിനിരത്തിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ കേരളത്തിലെ സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനിർണായകമാണ്. കാരണം ആസന്നമായി നിൽക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. 7 മാസത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. കേരളത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കോർപ്പറേഷനായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ പക്ഷേ കോൺഗ്രസ് അവിടെ കക്ഷി നിലയിൽ കൗൺസിലർമാരുടെ എണ്ണത്തിൽ 3ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ എങ്ങനെയെങ്കിലും പിടിക്കുക, അഥവാ ഭരണത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ ഒരു പ്രധാന പ്രതിപക്ഷമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറുക എന്നതാണ് അജണ്ട. അതിന്റെ ഭാഗമായി തന്നെ സോഷ്യൽ മീഡിയ പോളിസികളടക്കം വലിയ മാറ്റങ്ങൾ വരുത്തുന്നു. അതായത് നിലവിൽ മത്സരിച്ച MLA-മാർ, ചെറിയ മാർജിനിൽ തോറ്റ MLA-മാർ, ജനപ്രതിനിധികൾ, ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ആളുകൾ, ഒരുപാട് റീച്ചുള്ള ആളുകളൊക്കെ തന്നെ പ്രത്യേക പരിശീലനം പാർട്ടി നൽകും. ഇനി സ്വന്തം നിലയ്ക്ക് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ അറിയാൻ വയ്യാത്ത ആളുകൾ, ഒരു പ്രായത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പാർട്ടി ഇടപെട്ടുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ സജ്ജീകരണം നൽകും. അതിൽ പ്രധാനപ്പെട്ടതാണ് ജെൻസി വിഭാഗങ്ങളെ അടയാളപ്പെടുത്തുക. കാരണം സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഉദ്ഘാടന ചിത്രങ്ങൾ മാത്രം ഇട്ടാൽ പോരാ. ഇൻസ്റ്റാഗ്രാമിൽ കൃത്യമായ റീലുകൾ ഇടണം. ഒപ്പം തന്നെ സാധാരണ ജനവിഭാഗവുമായി ഇടപെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ റീലായി ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ സജീവമാകണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉദ്ഘാടന ചിത്രങ്ങളെക്കാൾ കൂടുതൽ എന്താണ് ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ആ വാർഡിൽ പറയാനുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ്, നടത്തിയിട്ടുള്ള വികസനങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ ഇനി നടത്താൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കുക. അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ടാക്ടിക്സ് ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ടീമിനെ തയ്യാറാക്കിക്കൊണ്ടുള്ള ഇത് ഈ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് കനഗോലു, അത് തന്ത്രങ്ങൾ മെനയുകയാണ്. അതിനിടെയാണ് വി ഡി സതീശന്റെ ഒരു ശ്രദ്ധേയമായ പരാമർശം ഉണ്ടാകുന്നത്. ആലപ്പുഴയിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞില്ല, UDF-ന് കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന തുറന്ന വേദിയിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ സാക്ഷിയാക്കിയാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞത്. ആ പ്രസംഗത്തിന്റെ ആ ഭാഗം നമുക്ക് കേട്ട ശേഷം ഒരിക്കൽ കൂടിയും മനീഷിലേക്ക് വരാം. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, നമ്മൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്താൽ 100-ലധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരും. കഴിഞ്ഞ 2-3 വട്ടക്കാലം ഒരു സീറ്റ് പോലും കിട്ടാത്ത ജില്ലകളിൽ തൂത്തുവാരുന്ന അവസ്ഥ ഈ പ്രാവശ്യം ഉണ്ടാകും. വാക്കാണ് 100 സീറ്റിലധികം. ചിലർ വന്ന് വെല്ലുവിളിച്ചു, ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചിട്ടുണ്ട്. എന്നോട് ചോദിച്ചു, ഇല്ലെങ്കിൽ വനവാസത്തിന് പോകും. തിളക്കമാർന്ന വിജയം UDF-ന് നേടിക്കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വനവാസത്തിന് പോകാൻ തയ്യാറാണ് എന്ന വെല്ലുവിളി ഏറ്റെടുത്തിട്ടുണ്ട്. മനീഷ്, വി ഡി സതീശൻ വെറും ജയമല്ല പറയുന്നത്, UDF-ന് തിളക്കമാർന്ന ജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ കഷ്ടിച്ച് കടന്നുകൂടിയാൽ പോരാ, ഒരു 100 സീറ്റ് നേടി അധികാരത്തിൽ വരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അങ്ങനെ തിളക്കമാർന്ന വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. മനീഷ്, വിജയകുമാർ, ആദ്യമായിട്ടല്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്. നിരന്തരമായി അത് ആവർത്തിക്കുന്നുണ്ട്. അതായത് ഭരണത്തിലെത്താൻ, കോൺഗ്രസിന് UDF-ന് അധികാരത്തിലെത്താൻ സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം. പ്രത്യേകിച്ചും വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ആദ്യ ടേമിൽ പ്രതിപക്ഷ നേതാവായി വന്നു. പക്ഷേ 99 സീറ്റോടുകൂടി തന്നെ LDF അധികാരത്തിൽ വരുന്നു. അതിനുശേഷമാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി രംഗത്തെത്തുന്നത്. ഇപ്പോൾ അത്തരത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആകെ തച്ചുടച്ചുകൊണ്ടായിരുന്നു വി ഡി സതീശന്റെ രംഗപ്രവേശം. ഒപ്പം തന്നെ വി ഡി സതീശൻ
സതീശൻ നിലവിൽ കോൺഗ്രസിലെ ഒരു ഡിസിഷൻ മേക്കറായി മാറിയിരിക്കുകയാണ്. ഇത് ഏറ്റവും ഒടുവിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം വി ഡി സതീശന്റെ തീരുമാനങ്ങളായിരുന്നു നടപ്പിലായത്. പക്ഷേ അവസാന ഘട്ടത്തിൽ അത് വി ഡി സതീശൻ തിരിച്ചടിയായെങ്കിൽ കൂടി യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫിന്റെ നാഥനാണ്, പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന്റെ നാഥനാണ് വി ഡി സതീശൻ. അത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചൊരു അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ താൻ ഉണ്ടാക്കിയ കോൺഗ്രസിലെ ഒരു സാമ്രാജ്യം, താൻ ഉണ്ടാക്കിയ ഗ്രൂപ്പ്, ഇതൊക്കെ തന്നെ നിലനിൽക്കണമെങ്കിൽ ഇനി വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വലിയ, അതായത് ചെറിയൊരു വിജയത്തോടുകൂടിയില്ല, വലിയ മാർജിനിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരം അല്ലെങ്കിൽ യു ഡി എഫിന് അധികാരത്തിൽ എത്താൻ സാധിക്കണം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആവർത്തിക്കുന്നത്. അതിനുള്ള തന്ത്രങ്ങൾ ഒരു വശത്ത് മെനയുകയും ഇത്തരത്തിലുള്ള പുതിയ ഗൂഢാലോചന, ഇത്തരത്തിലുള്ള പുതിയ തന്ത്രങ്ങൾക്കൊപ്പം തന്നെ രാഷ്ട്രീയമായി എടുക്കേണ്ട നിലപാടുകൾ കൂടി അദ്ദേഹം ആവർത്തിക്കുകയാണ്. വിജയകുമാർ. യെസ്, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ വേദിയിലിരിക്കുകയാണ്. വി ഡി സതീശൻ തിളക്കമാർന്ന ജയം ഉണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്ന് കോൺഗ്രസ് പ്രവർത്തകരോട് പറയുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.